ഹലോ മുത്തുമണികളെ, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വിഷമത്തോടു കൂടിയാണ്. ഇതിനു മുമ്പ് ഒരുപാട് തവണ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും 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 ഈ വിഷയം ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. അതായത് വീണ്ടും ഒരു ആത്മഹത്യ. ഈ ഓരോ പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും അതിൻ്റെ താഴെ 10,000 ലക്ഷക്കണക്കിന് കമൻറ്റുകൾ ഇട്ടുകൊണ്ടും ഒരുപാട് ആളുകൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇത്രയും മനോഹരമായ ഒരു ജീവിതം, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്കൊരു വാല്യൂവും തരാത്ത, നിങ്ങൾക്ക് വേണ്ടാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് കളഞ്ഞു കുളിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും വിഷമം തോന്നുകയാണ്. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടും, നിങ്ങൾ ഇത്രയും ലോകപരിചയങ്ങൾ നേടിയിട്ടും ഒരു സ്കൂളിൽ നമ്മൾ പോകുന്നത് എന്തിനാണ്? പല തരത്തിലുള്ള കുട്ടികളെ നിങ്ങൾ അവിടെ കാണുകയാണ്. പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന, പല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ അവിടെ കാണുകയാണ്. അവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് നിങ്ങൾ കോളേജിലെത്തുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോട്ടിച്ച് നോക്കുക. നിങ്ങളെക്കാൾ വിഷമത അനുഭവിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പൊന്നു മുത്തുമണികളെ, നിങ്ങൾ ഈ ജീവൻ വേണ്ട എന്ന് വെക്കുന്നത് നിങ്ങളുടെ ആരും അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഇനി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കാൻ പോകുന്ന പൊന്നു മക്കളടുത്ത് ഞാനിങ്ങനെ യാചിച്ചു കൊണ്ട് പറയുന്ന ഒരു വീഡിയോയാണ്. ദയവ് ചെയ്ത് ഇതൊന്ന് കേൾക്കണേ, ദയവ് ചെയ്ത് നിങ്ങളിതൊന്ന് കേൾക്കണേ. അതുപോലെ മാതാപിതാക്കളോടും എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ടത് നീ അന്യ വീട്ടിൽ ചെന്ന് പൊറുതി നടത്തേണ്ടവളാണ് എന്നല്ല. നീ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്. നിനക്ക് സന്തോഷം തരാത്ത ഒരു ബന്ധത്തിൽ നീ പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇനി അങ്ങനെ പറയുമോ? ഞാനൊരു കല്യാണം കഴിച്ചിട്ട് ഞാൻ ആ കല്യാണം ഡിവോഴ്സ് ആക്കി എന്ന് പറയുമോ എന്നാലോചിച്ചിട്ടാണോ? അതോ എന്താണ്? അല്ലെങ്കിൽ എനിക്കിനി പോകാൻ ഒരിടമില്ല, ഞാൻ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നാലോചിച്ചിട്ടാണോ? മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ മക്കളെ വളർത്തേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരു വീട്ടിൽ ചെന്ന് പെറ്റുകൂട്ടി കൊടുക്കേണ്ടയോ അല്ലെങ്കിൽ അവിടെ പാത്രം കഴുകി ജീവിക്കേണ്ടതോ ആയിട്ടുള്ള കുട്ടികളല്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ജോലി വേണം. ഒരു ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നല്ല വിദ്യാഭ്യാസം വേണം. നന്നായി വിദ്യാഭ്യാസം ചെയ്യുക. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ കണ്ണൂരൊന്നും ഇങ്ങനെ ഈ സ്ത്രീധന സമ്പ്രദായം ഇല്ല കേട്ടോ. കണ്ണൂര് പിന്നെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ നമ്മളെ തിരുവനന്തപുരം ഇങ്ങോട്ടൊക്കെയാണ് ഈ സ്ത്രീധന സമ്പ്രദായം ഉള്ളത്. അപ്പോൾ ഒരു കല്യാണം കഴിക്കുകയാണ്. ഈ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഒരു പുള്ളിക്കാരൻ നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന് കാണുന്ന നിമിഷം ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുക. സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് അവർ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്തത്? അവിടെ ഇവർക്ക് ഇനി സ്ഥാനം ഉണ്ടാവൂല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഇനി അവർക്ക് ബാധ്യതയായി മാറുമെന്ന് ചിന്തിച്ചിട്ടാണല്ലോ? എൻ്റെ പൊന്നുമക്കളെ, ജീവിതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾ ഒരു ജീവിതം ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ തളർന്നു വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുത്തുമണികളെ? ഈ തളർന്നു വീഴുന്നത് പോട്ട്, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു കട്ടി വരൂലേ? എൻ്റെ ജീവൻ ഞാൻ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്ക് വരുന്ന ആ ഒരു കട്ടിയുണ്ടല്ലോ, എൻ്റെ പൊന്നു മുത്തുമണികളെ, അതിൻ്റെ പകുതിയുടെ പകുതി വേണ്ട നമുക്ക് ജീവിക്കാൻ അതിൻ്റെ പകുതി മനസ്സ് പോലും വേണ്ട. എത്ര മനസ്സിനെ കല്ലാക്കിയിട്ടാണ് നിങ്ങൾ ശരിക്കും ജീവൻ കളയണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത്? എനിക്കാരുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന അവിടെ നിന്ന് കണ്ണുടച്ച് എന്തായാലും ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത് എങ്കിൽ അവിടെ നിന്നൊന്ന് തുടങ്ങി നോക്കാമെന്ന് ചിന്തിക്കാത്തത് എന്ത്? ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത്
വിശാലമായ ഒരുപാട്. ഇനി നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാൽ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായഹസ്തവുമായി നിൽക്കുന്ന ഒരുപാട് പേര് കാണും. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് ആ മോളുടെ ആ ഏങ്ങലടിച്ചുകൊണ്ടുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ ശരിക്കും എൻ്റെ മോളുടെ കരച്ചിൽ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ മോള് സംസാരിക്കുന്ന പോലെ തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നു. മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെങ്കിൽ, ഒരു നോർമലായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3 ലക്ഷം രൂപ കുറഞ്ഞത്, അതായത് സ്ത്രീധനമൊന്നും ഇല്ലാതെ ഒരു ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഒരു ബിരിയാണിയൊക്കെ വെച്ച് നമ്മളൊരു പെണ്ണിനെ ഇറക്കി വിടുക എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെലവ് എന്ന് പറയുന്നത് ഒരു 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വേണം. ഈ 3 ലക്ഷം രൂപ കൊണ്ട് ആ പെൺകുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുത്തുകൂടെ മാതാപിതാക്കളെ? നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാൻ, സ്വന്തമായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും ജീവൻ കളയണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ പോവില്ല. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവും കൂടി വേണം. പക്ഷെ തന്നെ വേണ്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിന് ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു മനുഷ്യനാണ് ഇപ്പൊ കണ്ണൂർ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്തോ ഡ്രഗ് അഡിക്റ്റ് ഉള്ള ആളാണ് എന്നാണ് പറയുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് ഇവരെ ദേഹോപദ്രവം ചെയ്യുന്നു, അതിന് മാതാപിതാക്കൾ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. പക്ഷെ അത് ഏങ്ങലടിക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടി ഏങ്ങലടിക്കുന്ന ആ വോയിസ് ഒക്കെ കേൾക്കുമ്പോണ്ടല്ലോ, എൻ്റെ പൊന്നു മുത്തുമണികളെ സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എനിക്ക് 3 പെൺമക്കളുള്ളത് കൊണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു വിഷയം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി ഇങ്ങനെ ഒരു പൊട്ട തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്നു മക്കളെ, ഇനിയും നിങ്ങൾ എത്ര ദൂരെ ഇനി ജീവിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചൊരു കരിയർ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമായിരിക്കും, കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വരുമായിരിക്കും. നിങ്ങളെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ വീടോ വീട്ടുകാരോ അല്ലെങ്കിൽ ഭർത്താവോ ശരിയല്ല എന്ന് തോന്നിയാൽ ഒരു തവണ അവൻ അടിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുക, പിന്നെ അടിക്കാൻ അവസരം കൊടുക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയത്തായിരിക്കണം. അതായത് ഒരു തവണയെ നിങ്ങൾക്ക് അബദ്ധം പറ്റാവൂ, രണ്ടാമത്തെ തവണ അബദ്ധം പറ്റാൻ നിങ്ങൾ നിന്ന് കൊടുക്കരുത്. അത് ആരുടെ മുന്നിലായിരുന്നാലും, സുഹൃത്തുക്കളുടെ മുന്നിലായിരുന്നാലും ശരി, ബന്ധുക്കളുടെ മുന്നിലായിരുന്നാലും ശരി, മാതാപിതാക്കളുടെ മുന്നിലായിരുന്നാലും ശരി, ഭർത്താവിൻ്റെ മുന്നിലായിരുന്നാലും ശരി, മക്കളുടെ മുന്നിലായിരുന്നാലും ശരി, നിങ്ങൾക്കൊരു തവണ മാത്രമേ തോൽവി നടക്കാവൂ. രണ്ടാമത്തെ തവണ ആ തോൽവിയിൽ നിന്ന് നിങ്ങൾ ജയത്തിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കണം. തോൽവിയിൽ നിന്ന് ജയത്തിലോട്ട് കാലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിലോട്ട് കാലെടുത്ത് വെക്കുക എന്നുള്ളതല്ല, ജീവിതത്തിലോട്ട്, ജീവിക്കാനുള്ള ശക്തമായ പോരാട്ടത്തിലോട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. ആരെയും ആശ്രയിക്കേണ്ട, ആരും ലോകത്ത് ഒരു മനുഷ്യനും കൂടെ ഉണ്ടാവില്ല. നമ്മൾ മനുഷ്യനായി ജനിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്രിട്ടിക്കലായ തീരുമാനം എടുക്കേണ്ടുന്ന ഒരു അവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അന്ന് ചിലപ്പോൾ കൂടെ പിറന്നവർ കാണൂല, കൂടെ കളിച്ചു വളർന്നവർ കാണൂല, കൂടെ ജീവിക്കുന്നവർ കാണൂല, പെറ്റുപോറ്റി വളർത്തിയവർ കാണൂല, ആരും കാണൂല. ഞാനുണ്ട് എന്ന് പറയുന്ന ഒരാൾ പോലും നമ്മുടെ മുന്നിൽ കാണൂല. നമ്മൾ മാത്രം നിന്നിട്ട് നമ്മളെ ജീവന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് കൃത്യമായി എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ്, മരണത്തിലേക്കല്ല മുത്തുമണികളെ, മരണത്തിലേക്കല്ല. നിങ്ങൾ ഭീരുക്കളായി മടങ്ങുകയാണ്. ആ ഭീരുത്വത്തിൽ പോലും നിങ്ങൾ നെഞ്ച് പൊട്ടുന്ന ഒരു വലിയ തീരുമാനം എടുക്കാൻ പ്രാപ്തി നിങ്ങൾ നേടുകയാണ്. നിങ്ങൾ മരണത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളൊരു വലിയ തീരുമാനത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. അതിൻ്റെ പകുതി ധൈര്യം മതി മക്കളെ, അതിൻ്റെ പകുതി ധൈര്യം മതി നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട്. ഭർത്താവ് ശരിയല്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റൂലേ? അമ്മ ശരിയല്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റൂലേ? അച്ഛൻ ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലേ? എൻ്റെ പൊന്നു മുത്തുമണികളെ, ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡിൽ ആ ഒരു സ്ത്രീയെ ഞാൻ വെക്കാം.
ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് യൂട്യൂബില് രഞ്ജു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സ്ത്രീയുടെ ഒരു ജീവിത കഥ നിങ്ങൾ കേൾക്കണം മുത്തുമണികളെ. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയിലെ 2 മക്കളിൽ ഒരാളാണ്. അച്ഛൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഇവരുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതിന് ശേഷം ഇവരുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആ പെൺകുട്ടികളെ സേഫ് അല്ല എന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ ഈ കുട്ടികളെ മാറ്റി നിർത്തണമെന്ന് ആ അമ്മയ്ക്ക് തോന്നിയിട്ടോ എന്തോ ഈ കുട്ടികളെ മാറ്റി നിർത്താൻ ഈ അമ്മ തീരുമാനം എടുക്കുകയാണ്. അവിടെ നിന്ന് ഈ അമ്മയുടെ തന്നെ മൂത്ത മാമി അമ്മയുടെ മാമിയല്ല, ഈ കുട്ടിയുടെ മാമിയുടെ വീട്ടിലേക്ക് ഈ കുട്ടിയെ മാറ്റുകയാണ്. മാമി ചോദിച്ചു, മാമിക്ക് പെൺമക്കളൊന്നും ഇല്ല, അതുകൊണ്ട് മാമിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ട് ആ മാമിയുടെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടീനെ അമ്മയുടെ വീട്ടിൽ നിന്ന് മാമിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കി. മാമി എന്തിനാണ് വളർത്താൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്? മാമിയുടെ വീട്ടില് പശുവുണ്ട്, ആടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. വലിയ തറവാട് വീടാണ്. അവിടെ വീട് വൃത്തിയാക്കാനുണ്ട്. 2 ആൺമക്കളാണ്. അവരുടെ ഡ്രസ്സുകൾ കഴുകാനുണ്ട്. പെൺകുട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ ജോലികളൊന്നും ഈ പണ്ടുള്ള ആൺകുട്ടികളെ വളർത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആൺമക്കള് അടുക്കളയിലൊന്നും കയറാൻ പാടില്ല, വീട്ടു ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അവര് വലിയ അങ്ങനത്തെ ചിന്താഗതിയുള്ള ആളുകളായിരുന്നിരിക്കാം. ഈ വീട്ടില് ഈ പെൺകുട്ടി പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടുപോയിട്ട് ഇവർ നല്ലോണം പണിയെടുപ്പിച്ചു. ഈ പണിയെടുക്കുന്നുണ്ടെങ്കിലും കൊച്ചെന്ത് ചെയ്യും? പഠിക്കാനൊക്കെ പോകും. ഈ കുട്ടി പഠിക്കാനും പോകും. പഠിച്ചിട്ട് വന്നിട്ട് ഈ വീട്ടിലെ സർവത്ര ജോലികളും ചെയ്യും. ഒരു ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. ശനിയും കൂടി സ്കൂളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആ സ്കൂളിൽ പോകുന്ന അത്രയും ഒരു 4-5 മണിക്കൂറാണ് ആ കുട്ടി സ്വാതന്ത്ര്യം എന്ത് എന്നറിയുന്നത്. അത്രയും സമയമാണ് ആ കുട്ടി മനസ്സമാധാനം എന്ത് എന്നറിയുന്നത്. മറ്റത് ഈ മാമിയുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി എന്ത് ജോലി ചെയ്താലും കുട്ടീനെ അടിക്കും. അത് ശരിയായില്ലെങ്കിൽ അടിക്കും. കുട്ടി ചെയ്യുന്ന ജോലി എന്ത് മിസ്റ്റേക്ക് വന്നാലും അടിക്കും. ഇത് പോരാത്തോണ്ട് ഈ മാമിയുടെ 2 ആൺമക്കളും നല്ലോണം ഉപദ്രവിക്കും, പേടിപ്പിച്ചിട്ടാണ് ഈ കുട്ടീനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഇന്ന് അറിയപ്പെടുന്നത് ഭയങ്കര സ്ട്രോങ് ആയ ഒരു വുമൺ എന്നാണ്. അവിടെ നിന്ന് ഈ സ്ത്രീ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇവർക്ക് 2 മക്കളായതിനു ശേഷം, 2 ആൺമക്കളാണ്. ഇവർക്ക് 2 മക്കളായതിനു ശേഷം ആ പുള്ളിക്കാരൻ മരണപ്പെട്ടു പോയി. പിന്നീട് എങ്ങനെ ജീവിക്കണം എന്നിങ്ങനെ ആലോചിച്ച് വീടുമില്ല, സ്വന്തമായിട്ടൊരു വീടുമില്ല. ഇവര് ഒരു വാടകയ്ക്കൊരു വീടെടുത്ത് എന്നിട്ട് എങ്ങനെ ജീവിക്കണം? സ്വന്തമായിട്ട് അറിയാവുന്ന ജോലിയല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവര് അറിയാവുന്ന ജോലി എന്താണ്? പാചകം. കാരണം അത് മാമിയുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഒരുപാട് വീടുകളിൽ ഇവർ ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട്. ഇവരെ ഒരു ചെറിയ പ്രായം എന്ന് പറയുന്നത് ഇവർ ഒരുപാട് വീടുകളിൽ ജോലിക്ക് നിന്ന് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ വെക്കുന്ന കറികളൊക്കെ ഇവർ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരാലോചിച്ച്, ശരി, എനിക്കറിയാവുന്ന ജോലി എന്ന് പറയുന്നത് പാചകമാണ്, എന്നാ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ച് തനിക്കറിയാവുന്ന കൂട്ടുകാരോടെല്ലാം വിളിച്ചിട്ട് ഇവർ പറഞ്ഞ്, ഞാൻ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. ഊണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ആളിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ 2ാമത്തെ ആളിനെ കല്യാണം കഴിച്ചുവെങ്കിലും ഇവരുടെ വീഡിയോസിൽ ആ പുള്ളിക്കാരനെ കാണാനായിട്ടില്ല. എന്തോ സംതിങ് ഉണ്ട്, പക്ഷെ അവരത് വിട്ട് പറയുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, കുടുംബങ്ങളാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. എന്തായാലും 2ാമതൊരു കല്യാണം കഴിച്ചുവെങ്കിലും അവരിന്നും കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കുന്നു. ഒരു നേരം പോലും അവർ റെസ്റ്റ് എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ടില്ല. ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ വീട്ടിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാൽ പോലും രാവിലെ മുതൽ രാത്രി വരെ എന്തെല്ലാം ഭക്ഷണം ഉണ്ടാക്കണം, ഈ സാധനങ്ങൾ പോയി വാങ്ങിക്കണം, ഇത് കൊണ്ടുവന്ന് സെറ്റാക്കണം, അത് കഴിഞ്ഞ് ഇത് വെക്കണം, അതിൻ്റെ ഇടയിൽ ജീവിക്കാനുള്ള വരുമാന മാർഗവും കൊണ്ടുപോകണം. ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനും കൂടി എനിക്ക് സമയമില്ല. ഞാൻ വീഡിയോ ഇടാത്തതെന്ന് പറയുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലാഞ്ഞിട്ടാണ്. പക്ഷെ ഇവരുടെ മക്കള് ഇവർക്ക് വീഡിയോ എടുത്തു കൊടുക്കുകയും ഇവർ ആ സമയത്തിന് കച്ചവടത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി സ്വന്തം വീട്ടിൽ തന്നെ വീട്ടിലെ ഊണ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിട്ട് അന്ന് അവർ യൂട്യൂബിൽ വരുന്ന സമയത്ത് 5 കിലോ അരി വേവുന്ന ഒരു കലത്തിലാണ് അവർ ഊണ് വെച്ചിരുന്നത്. ഊണ് വയ്ക്കുന്നത് വലിയ വലിയ പാത്രങ്ങൾ ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ ഊണുകളൊന്നും അവർക്ക്
അവിടെ കച്ചവടത്തിന് വരൂലായിരുന്നു. ഇവര് യൂട്യൂബും പിന്നെ ഈ എന്തെങ്കിലും കല്യാണ വീട് അങ്ങനത്തെയൊക്കെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ കാറ്ററിംഗ് പോലെ ഇവർക്ക് ഓർഡറും കിട്ടുമായിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിലെ വീഡിയോ എന്തോ അവർക്ക് ഭാഗ്യം, ഈ കഷ്ടപ്പെടുന്നവന്റെ കൂടെ പടച്ചു തമ്പുരാൻ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ അവരുടെ ആദ്യത്തെ വീഡിയോകൾ തന്നെ ഭയങ്കര റീച്ചായി പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഇപ്പൊ എന്ന് പറയുന്നത് അവര് വലിയ പാനയിലാണ് ചോറ് വയ്ക്കുന്നത്, വലിയ കച്ചവടക്കാരിയായെങ്കിൽ ഇന്നും അവർ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ റോഡ് സൈഡുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ അവർ വാടകയ്ക്ക് താമസിക്കുമ്പോഴും അവരൊറ്റ സ്ത്രീയായി നിന്നുകൊണ്ട് അവരുടെ മകനെ BSc നേഴ്സിംഗ് പഠിപ്പിക്കുകയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. പറയുമ്പോൾ എൻ്റെ ശരീരത്തിലെ രോമം എണീറ്റ് പോകുന്നുണ്ട്. ജീവിതത്തിൽ മരിക്കണമെന്ന് തീരുമാനിച്ച എത്രയോ നിമിഷങ്ങൾ അവർക്ക് കടന്നുപോയിരിക്കുന്നു. ആരുമില്ല, അമ്മയില്ല, അച്ഛനില്ല, ജീവിതമില്ല, രണ്ട് മക്കൾ മാത്രം. ഈ 2 മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ഒരു സ്ത്രീ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീരുമാനം എടുത്തൂടാ? എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് തീരുമാനം എടുത്തൂടാ മോളെ, മക്കളെ, പൊന്നുമക്കളെ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരു സ്ത്രീക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് തീരുമാനം എടുത്തൂടാ? എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കണം. നിങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുക്ക്. ജീവിതം എന്തെന്നറിയുന്നതിന് മുമ്പ് ജീവിതം നശിപ്പിച്ച് കളയാതെ പൊന്നുമക്കളെ, കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന വാക്കല്ല. കല്യാണം എന്ന് പറയുന്നത്. ആര് നമ്മളുടെ ഒപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും വേണ്ട, ചിന്തിക്കുകയും വേണ്ട. ആരും ഉണ്ടാകാത്ത ഒരു സമയം ഉണ്ടാകും. നമ്മൾ സ്വന്തം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മളെ ശരീരത്തിന് പോലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഒരു സന്ദർഭം ഉണ്ടാകും. എൻ്റെ ഭർത്താവിൻ്റെ ഒരവസ്ഥ, എൻ്റെ ഭർത്താവ് എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു ശരീരവും കൊണ്ട് നടന്ന മനുഷ്യൻ ഒരു സ്പോട്ടിലാണ്, ഒരു ഛർദിലാണ് അദ്ദേഹം വീണു പോകുന്നത്. താൻ മരണത്തിലോട്ട് കാലെടുത്ത് വെക്കുന്നു എന്ന് അറിയുമ്പോഴും ഒന്നും തനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ അങ്ങനെ തന്നെ അനങ്ങാതെ കിടക്കേണ്ടി വന്ന ഒരവസ്ഥ അതൊരു മനുഷ്യനുണ്ടാകും. അവിടെ പതറിപ്പോകാതെ എനിക്ക് ജീവിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ രഞ്ജുവിനെ പോലുള്ള ഹാറ്റ്സ് ഓഫ്. കാരണം നിങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള മനുഷ്യരാണ്. ജീവിതത്തിലൊരു ചെറിയ വീഴ്ച പറ്റുമ്പോൾ പോലും, ഒരു ചെറിയ നഷ്ടം സംഭവിക്കുമ്പോൾ പോലും എനിക്ക് ജീവിക്കണ്ട, അല്ലെങ്കിൽ നാട്ടുകാരോട് വന്ന് കെഞ്ചി യാചിച്ച് എനിക്കൊന്നുമില്ല, എനിക്ക് ആരും വീട്ടില് സർവത്ര മക്കളെയും വെച്ച് ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ വെച്ച് അവരെയൊക്കെ വെറുപ്പിച്ച് തോന്നിയവാസം നടത്തി ഉള്ള സ്വത്തുക്കളും സമ്പത്തും അത്രയും ദൂർത്തടിച്ച് കളഞ്ഞ് എന്നിട്ടും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വരുന്ന സ്ത്രീകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ എത്രയോ മുകളിലാണ്. രഞ്ജുവിനെ പോലുള്ള ആൾക്കാരൊക്കെ എത്രയോ മുകളിലാണ്. ഇവരെയൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും മുത്തുമണികളെ, ജീവിക്കാൻ നമുക്ക് ആരുടെയും സഹായം വേണ്ട. 2 കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ഉള്ള നമുക്ക് ആരുടെ സഹായം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആരെ കരുതണം? നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആരെ കരുതണം? അതിൻ്റെ ഒരു ആവശ്യമില്ല. ജീവിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാം. അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും അലവിലാദികൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ചെറ്റകൾക്ക് വേണ്ടിയിട്ടോ, തെമ്മാടികൾക്ക് വേണ്ടിയിട്ടോ, നമ്മളെ മനസ്സിലാക്കാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ടോ, നമ്മളുടെ സ്നേഹത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത തെമ്മാടികൾക്ക് വേണ്ടിയിട്ട് തീർത്ത് കളയാനുള്ളതല്ല നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫ് എന്നുള്ളത് തീരുമാനിക്ക്. ചിന്തിക്ക് മുത്തുവാണെങ്കിൽ ചിന്തിക്ക്. മരിക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റിനുമുള്ളവർ. പക്ഷെ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്ന അവിടം തൊട്ട് നമ്മൾ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ നമ്മൾ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.